എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്റർ ചാരിറ്റിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജൂലൈ 2026 രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹാങ്ഡ്മാൻ എനർജി, ടെമ്പറൻസ്, 7 ഓഫ് കപ്സ്, 5 ഓഫ് ഫോൺസ്, 5 ഓഫ് കപ്സ് എനർജി, അതുപോലെ തന്നെ 10 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഹാങ്ഡ് മാൻ ആൻഡ് 5 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആക്റ്റീവായിട്ടിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം കുറച്ച് നാളുകളിട്ട് നിങ്ങൾ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്ന, അതായത് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ അപ്പുറം ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിൽ വന്ന് ഒരിടത്ത് ഇരിക്കുക, ഫുൾ ടൈം അല്ലെങ്കിൽ കൂടുതൽ സമയം കിടക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ. അതായത് ഒട്ടും ആക്റ്റീവായിട്ട് ഇരിക്കുന്നില്ല, നിങ്ങൾ പ്രസരിപ്പോട് കൂടിയിട്ട് നടക്കുന്നില്ല. എവിടെയെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്കിന് പോകുന്നു, തിരിച്ചു വന്നിട്ട് ആ ഒരു വിധം വീട്ടിൽ വന്ന് ചടഞ്ഞിരിക്കുക. വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ഉള്ളവർ, വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും വേറെ കുറച്ച് ആക്റ്റീവായി, അതായത് അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ കൂടി നിങ്ങൾ ശരീരം ഇളകി അല്ലെങ്കിൽ ശരീരം അനങ്ങി അധികം എന്തെങ്കിലും എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാത്തത് ജോയിൻസ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പെയിന് കാര്യങ്ങൾ വരാം. അപ്പോൾ അത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, നിങ്ങൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥിരമുള്ള ജോലിക്ക് അപ്പുറത്തേക്ക് ചെറിയ രീതിയിൽ ജോയിൻറ്റ് പെയിന് അതുപോലുള്ള കാര്യങ്ങൾ വരാത്ത രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ചെറിയ രീതിയിലുള്ള എക്സസൈസോ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അത് ആ ഒരു ജോയിൻറ്റ് പെയിൻ അതുപോലെ ഇതിലേക്ക് വന്നിട്ട് പിന്നെ ഇതത് മറ്റ് ഡോക്ടറെ കാണുന്നതോ ആ സിറ്റുവേഷനിലേക്ക് വരാം. അത് പിന്നെ അനാവശ്യമായിട്ട് മരുന്നുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഇതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. കാരണം തെറ്റായിട്ടുള്ളൊരു രീതിയിൽ അനലൈസ് ചെയ്ത് വരുന്നൊരു സിറ്റുവേഷനിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എനർജി ഉള്ളതും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കാരണം സ്റ്റക്ക് എനർജി ഉണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ആരോഗ്യം, ശാരീരിക ആരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങൾ കുറച്ച് ഉഴപ്പുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്തോ കോമ്പറ്റീറ്റീവ് എക്സാംസോ അല്ലെങ്കിൽ സ്കോളർഷിപ്സോ അതുപോലെയുള്ള ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റോ അതുപോലെ എന്തെങ്കിലും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുത്ത് അതിലൂടെ വിജയം നേടാനൊക്കെയുള്ളൊരു സാധ്യതകളുള്ള സമയമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ നല്ല സാധ്യത നിലനിൽക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കുറച്ചൊരു ഉഴപ്പം, മടി കൊണ്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല, എന്തോ ഒരു താല്പര്യക്കുറവ് എന്നുള്ളതാണ്. ബാക്കി മറ്റ് വിഷയങ്ങളിലേക്കുള്ള താല്പര്യം വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് പഠിത്തത്തിൽ ഉഴപ്പുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ശ്രദ്ധ തിരിച്ചു പിടിക്കുന്നില്ല എങ്കിൽ പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രത്യേകിച്ച് പാരൻസ് കുട്ടികളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നു. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തി, ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൗഹൃദ ബലത്തിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു മരണമായിരിക്കാം അടുത്തിടെ സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങളിതുവരെ കരകയറിയിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എളുപ്പത്തിൽ കരകയറാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല എങ്കിൽ കൂടി ലൈഫ് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. നിങ്ങൾ അതിൽ തന്നെ ഇരുന്ന് ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക. പിന്നെ സൗഹൃദങ്ങൾ വളരെയധികം ഈ ഒരു സമയത്ത് സഹായകരമാകുന്നു. ഒത്തിരി തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ടെങ്കിൽ അതുപോലത്തെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സ്, ചില ആളുകൾ കസിൻസോ അതേപോലെയുള്ള ആളുകളൊക്കെ ഇട്ട്
ഒന്ന് തുറന്ന് സംസാരിച്ചാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ടെമ്പറൻസ് എനർജി ആൻഡ് 5 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനെയാണ്, ആരെയാണ് കൂടെ നിർത്തേണ്ടത്, ആരെയാണ് അകറ്റി നിർത്തേണ്ടത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ ബാലൻസ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ജോലി, അതോടൊപ്പം തന്നെ ജോലിയും കുടുംബ ജീവിതവും നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഫാമിലി ലൈഫ്, ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അതേപോലത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ അപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റീസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾക്കായിട്ടൊരു ടൈം, ഇപ്പോൾ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. വർക്ക് കഴിഞ്ഞിട്ട് അതോടെ നിർത്തി, വർക്ക് കഴിയുമ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഈ സ്ട്രെസ്സും അതേപോലെ അനാവശ്യമായിട്ട് ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലേക്കും, വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലേക്കും, പേഴ്സണൽ കാര്യങ്ങൾ ഓഫീസിലേക്കും കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വർക്ക് റിലേറ്റഡ് ആയിട്ട് പൊതുവേ നല്ലൊരു സമയമാണ്. എന്നിരുന്നാലും അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, കൊളീഗ്സ് ആയിരിക്കാം, അവരുടെ ഭാഗത്തു നിന്നുള്ള അനാവശ്യമായിട്ടുള്ള ജീവിതത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഇടപെടലുകളോ കാര്യങ്ങളോ അനുവദിച്ചു കൊടുക്കാതിരിക്കും. ഒരു പരിധിക്കപ്പുറത്തേക്ക്, ഒരു പരിധി വരെയുള്ള ഒരു സംസാരമോ രീതിയോ കാര്യങ്ങളൊക്കെ ആവാം. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടത്തി വിടാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുവരെ മറ്റാരെങ്കിലും നടത്തിക്കൊണ്ട് പോന്നിരുന്ന എന്തോ ഒരു സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം, എന്തെങ്കിലും നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സിറ്റുവേഷനും ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ടെമ്പറൻസ് എനർജി ആൻഡ് 10 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റൊരാൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ഒരു കാര്യം, മറ്റൊരാൾ നടത്തിക്കൊണ്ട് വന്നിരുന്ന എന്തെങ്കിലും സ്ഥാപനമായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ ഒരു ഏറ്റെടുക്കുന്ന കാര്യം എത്രത്തോളം വലുതാണ്, അത് വളരെ നിസ്സാരവൽക്കരിച്ച് കളയാതിരിക്കുക. അത് വളരെ വലുതാണ്, അതിൽ നിങ്ങളുടെ എത്രത്തോളം സമയം വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ഫാമിലിയിൽ, കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകൾ, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അവരെന്നും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടത്ര പരിഗണന ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. ചില ആളുകൾ കെയർ കൊടുക്കുന്നുണ്ടാവില്ല, അവരെന്നും ഉണ്ടാവുമല്ലോ എപ്പോഴും എന്നുള്ള വേണ്ടുന്ന അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് കണ്ടറിഞ്ഞ് വേണ്ടത്ര റെസ്പെക്റ്റും കെയറും സ്നേഹവും ഒക്കെ കൂടെ ഉള്ളവർക്ക് കൊടുക്കുക, ശ്രമിക്കുക എന്നതല്ല, കൊടുക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. കാരണം ഇവിടെ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, മറ്റെവിടെയെങ്കിലും പോകുന്നതായിരിക്കാം, കൂടെ നിൽക്കുന്നതിൽ നിന്ന്. ഇപ്പോൾ ചില ഫ്രണ്ട്സ് ആയിരിക്കാം ഒരുമിച്ച് കുറേ നാളുകളായിട്ട് ജീവിക്കുന്ന, മാറിപ്പോകുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഈ ഒരു മാസത്തിലുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് ഒന്ന് കോപ്പപ്പ് ചെയ്ത് പോകാനൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്നുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസ് ആണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ മറ്റുള്ള ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ രീതിക്കല്ലാതെ ചെയ്യുമ്പോൾ അവരിൽ നിങ്ങളോട് അത്ര താല്പര്യക്കുറവൊക്കെ കാണിക്കാം. ചില ആളുകൾ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി എടുത്തേ പറ്റൂ എന്ന് ശാഠ്യം പിടിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം അവർക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ വിട്ടുകളയുക, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവാം. പിന്നെ പാരൻസ്, കുട്ടികൾ തമ്മിലുള്ള ബന്ധം അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. തീരെ സ്ട്രിക്റ്റ് അല്ലാതെ ആവുകയും ചെയ്യരുത്, ഓവറായിട്ട് സ്ട്രിക്റ്റ് ആവുകയും ചെയ്യാതിരിക്കുക എന്നുള്ളത്. വേണ്ടുന്ന കാര്യത്തിലൊന്ന് വേണ്ടിടത്തൊരു റെസ്ട്രിക്ഷൻ വയ്ക്കുക, അല്ലാത്തടത്ത് ഒന്ന് ഫ്രീ ആവുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ പുതിയ നിങ്ങളുടെ ഐഡിയാസൊക്കെ അത് ഒരു പ്രാവർത്തികമാക്കുക. ചിലപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കും, മറ്റെന്തെങ്കിലും തരത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയൊരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.